പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ മലൻ ടി വി ഉണ്ടല്ലോ, അതിലൊരു വാർത്ത വന്നിരിക്കുന്നത്. സത്യം പറയുന്നത് ഞാൻ വീഡിയോ ചെയ്യരുതെന്ന് വിചാരിച്ചിരിക്കുക. പക്ഷേ ഇവന്മാർ വിടൂല, നമ്മളെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ. അപ്പോൾ ഈ മലൻ ടി വിയിൽ വന്ന ഒരു വാർത്ത എന്താണെന്ന് ഞാൻ നോക്കിയപ്പോൾ, നമ്മുടെ ഈ സംസ്ഥാനം ഉണ്ടല്ലോ, അതിൽ ഏതോ ഒരു നേതാവ്, അതാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ അയാൾ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കണം അത്ര, ഈ ആളുകളുടെ ഇടയിലേക്ക് മുസ്ലിം സ്ത്രീകൾ പോകുന്നു, ഒരുപാട് കെട്ടിക്കൊടുത്തു, അങ്ങനെയൊക്കെ ചെയ്യണം, അന്ന് ചെയ്യരുത്, ഫർദർ ഇട്ട് നടക്കണം എന്നാണ് അയാൾ എഴുതിയിരിക്കുന്നത്. പക്ഷേ മലൻ ടി വിയിൽ വന്നിട്ട് അത് വാർത്ത വായിക്കുമ്പോൾ ഇതോ കേരളത്തിൽ താലിബാൻസിന്റെ രീതിയിൽ പറയുന്നു, അതുപോലെ തന്നെ ഫർദർ ഇടാൻ പറയുന്നു, അങ്ങനെ മറ്റുള്ള ആളുകളുമായിട്ട് ഒരു രീതിയിൽ ബന്ധങ്ങൾ വെക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മലൻ ടി വി അങ്ങോട്ട് പെരിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ താഴത്ത് വരുന്ന ഭാരതപുത്രന്മാരുടെ കമൻറ്റുകൾ വിചിത്രമായിരിക്കും. ഇവരൊക്കെ എത്ര മനോഹരമായിട്ട് എത്ര നല്ല രീതിയിലാണ് നടക്കുന്നത് ആലോചിച്ച് നോക്കി ഈ ഭാരതപുത്രന്മാരൊക്കെ. അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു വാർത്ത വിട്ട സ്ഥിതിക്ക് ഈ മലൻ ടി വി എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയോ? ഇത് ഈ വീഡിയോയിൽ കാണുന്നുണ്ടല്ലേ, ഈ വീഡിയോ നോക്കൂ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഇവിടുത്തെ മുസ്ലിം സ്ത്രീകൾ നടക്കണം അല്ലെങ്കിൽ വരണം എന്നാണ് ഇവന്മാരൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീ ഒരു കുറ്റകൃത്യം ചെയ്താൽ ഈ മലൻ ടി വിയിൽ വന്ന് മൊത്തം മുസ്ലിങ്ങളെ അടിച്ചാക്ഷേപിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറ്റകൃത്യങ്ങൾക്കോ അല്ലെങ്കിൽ ആ രീതിയിലൊന്നും പോകരുത് വിട്ടാണ് ഇങ്ങനെയുള്ള ഉസ്താദുമാരും മറ്റുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഉപദേശിക്കുന്നത്. അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ. പക്ഷേ അത് മലൻ ടി വി എടുത്തിട്ട് അലക്കുമ്പോൾ ഒരു താലിബാൻസ്. ഇവന്മാരൊക്കെ എന്താണ് കഴിക്കുന്നത് അറിയില്ല. ഈ അരിഭക്ഷണം തന്നെയാണോ മനുഷ്യൻ കഴിച്ച വേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇടുമ്പോൾ ഇതാണോ കഴിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. എന്തായാലും ഒരു മണിക്കൂർ കൂടുമ്പോൾ എന്തെങ്കിലും ഒരു വിഷയം മുസ്ലിങ്ങളുടെ കുത്തിത്തിരിപ്പുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴത്ത് ഒരുപാട് ഭാരതപുത്രന്മാർ കിടന്നിട്ട് ഈ ലോകത്തിന് ഏറ്റവും പരിശുദ്ധമായവരാണെന്നുള്ള രീതിക്കുള്ള കമൻറ്റുകൾ, എല്ലാത്ത ജാതികൾ. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിമിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു 25% മാറിക്കഴിഞ്ഞു. എല്ലാം അമേരിക്കൻ സ്റ്റൈൽ തന്നെ. ഈ ലോകം മൊത്തം പോകുന്ന തന്നെ അമേരിക്ക നോക്കിയിട്ടാണ്. നമ്മൾ 2-3 ജനറേഷൻ കഴിഞ്ഞാൽ തന്നെ ഇതിലും 100 ഇരട്ടിയോളം കൂടുതൽ നമുക്ക് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ മോഡലായിട്ട് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് 2 ജനറേഷൻ കഴിഞ്ഞാൽ മതി. പിന്നെ ഈ മതങ്ങൾക്ക് പോലും വലിയ പ്രസക്തി ഉണ്ടാവില്ല എന്നുള്ളൊരു സത്യം പല ആളുകളും മനസ്സിലാക്കുന്നില്ല. എന്തായാലും മലൻ ടി വി പരിശ്രമിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് എങ്ങനെയൊരു കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് കുറേ ഭാരതപുത്രന്മാരെ സന്തോഷിപ്പിക്കണം പറഞ്ഞിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ ഈ ടിക്ടോക്കിലുള്ള കുറേ മുസ്ലിം സ്ത്രീകൾ തെറി വിളിക്കുന്നവരുണ്ടല്ലോ, അവരെ വിട്ടിട്ട് വേണം ഇവനെയൊക്കെ തെറി പറയിപ്പിക്കുക, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നടത്താൻ. എന്നാലേ അതിന് മനസ്സിലാവുള്ളൂ മുസ്ലിം സ്ത്രീകൾ മാറിക്കഴിഞ്ഞുള്ള അവസ്ഥ എന്താണെന്നുള്ളത്. അവളെ കൊണ്ട് സത്യം പറഞ്ഞാൽ ഇവന്മാരെയൊക്കെ തെറി വിളിപ്പിക്കണം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, കമൻറ്റ് പറയുക. മലൻ ടി വി ഒരു ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റിനെ എടുത്തിട്ട് വലിയൊരു വാർത്ത പോലെ, അതായത് അയാൾ പറഞ്ഞ ഈ പറഞ്ഞ പോലെ മറ്റുള്ള പുരുഷന്മാരുടെ ഇടയിൽ പോകുമ്പോൾ പറഞ്ഞിട്ട് കഴിയുന്നത് പോകൂ, പുരുഷന്മാരെ കാണുമ്പോൾ ഓടിപ്പോയി കെട്ടിയൊന്നും പിടിക്കല്ലേ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റിനെ കൊണ്ടുവന്നിട്ട് താലിബാനുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്തുന്നുള്ളത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കമൻറ്റിൽ പറയാം.